ആഗ്രഹിക്കാം, പക്ഷേ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. ആരെയും സ്നേഹിക്കാം, പക്ഷേ തിരിച്ചു അവർ സ്നേഹിക്കണമെന്ന് പ്രതീക്ഷിക്കരുത്. കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. തർക്കങ്ങളെക്കാൾ നല്ലത് ഒഴിഞ്ഞുമാറലുകളാണ്. നിങ്ങളുടെ പിൻവാങ്ങൽ അവരുടെ വിജയമായി മറ്റുള്ളവർ കരുതട്ടെ. സ്നേഹമാണ് എല്ലാവർക്കും വേണ്ടത്. അതിനുവേണ്ടിയാണ് എല്ലാവരും നെട്ടോട്ടമോടുന്നതും. അത് തന്നെയാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനവും. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക. നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ധൈര്യം തരും. സൂക്ഷിച്ചു വെക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയുന്നില്ല. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്, പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവെച്ചിട്ടുണ്ടാവും. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ജീവിതമാണ്. കാത്തിരിക്കുന്നത് എന്തെന്നറിയാതെ ഓരോ ദിവസവും നമ്മൾ സഞ്ചരിക്കുന്നു. ഒരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുപോലും നിങ്ങളെ തേടിയെത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിന്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടി വരും. സ്വപ്നം കാണാൻ ഉള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവും നമുക്കുണ്ട്. അതിന് ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ പ്രയത്നിക്കാൻ തയ്യാറായാൽ മാത്രം മതി. ചിലരോട് നമ്മൾ കാണിക്കുന്ന അമിത സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം തന്നെയാകാം ചിലപ്പോൾ അവർ നമ്മെ സംശയത്തോടെ വലിച്ചെറിയാനുള്ള കാരണമാകുന്നതും. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യൻ നിങ്ങൾ മാത്രമാണ്. നല്ലതാണെന്ന് ബോധ്യമായതിൽ ശക്തമായി അടിയുറച്ച് വിശ്വസിക്കുക. എങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്നവർക്ക് മുന്നിൽ വിജയിക്കാൻ സാധിക്കും. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മനുഷ്യരുടെ സ്വഭാവം. നമ്മൾ ഉറ്റ സുഹൃത്ത് എന്ന് കരുതിയവരും കാലത്തിനനുസരിച്ച് മാറിയേക്കാം. ക്ഷമയുള്ളവർക്ക് മാത്രമേ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ പരമാവധി ക്ഷമിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ത്രീക്ക് നിങ്ങളോടും ഇഷ്ടമുണ്ടോ എന്നറിയാൻ അവരെ നിരുപാധികം സ്നേഹിക്കുക. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക. സ്വയം പഴി പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. സ്നേഹവും സമാധാനവുമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ദാമ്പത്യത്തിൽ അത് രണ്ടുപേർക്കും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ജീവിതം സന്തുഷ്ടമാകുന്നത്.